ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോകാൻ ഇറങ്ങുന്ന സമയത്ത് ദേവയാനി കുഞ്ഞിനെ കൊണ്ടുവന്ന് എല്ലാവരുടെ അടുത്തും കൊണ്ടുവന്ന് താലൊലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഉടനെ നവിയോട് പറയുന്നുണ്ട്, നവിയെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നന്നായിട്ട് ശരീരം നോക്കണം കേട്ടോ, പ്രസവമൊക്കെ കഴിഞ്ഞതാണ്, പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായാൽ എന്നെ വിളിക്കണം, ഞാൻ ഓടി വന്നോളാം എന്നൊക്കെ. അപ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, ഒരച്ഛൻ്റെ ആവലാതി കണ്ടില്ലേന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനി പറയും, നിങ്ങളാരും ഞങ്ങളൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തിയ സമയത്തൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞാനും അച്ഛനും അമ്മയും എല്ലാവരുടെ കൂടിയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതിനിടെ അനി ഫോണുമായിട്ട് മാറി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ജാനകി വന്ന് വഴക്ക് പറയുന്നുണ്ട്, നീ എന്താ ഈ ഫോണിനകത്ത് കിളിക്കൊണ്ടിരിക്കുന്നത്, അവൻ നന്ദുവിന് വല്ല സ്പെഷ്യൽ മെസ്സേജ് അയക്കുകയായിരിക്കുമെന്ന് ജലജയും അതിനിടയിൽ കിള്ളുന്നുണ്ട്. അന്നേരത്തേന് ഉടനെ അനി പറയും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊന്ന് ഫോട്ടോസൊക്കെ അയച്ച് കൊടുത്തതേ ഉള്ളെന്ന് പറയും. എന്നാൽ പിന്നെ കൂടുതൽ നിൽക്കണ്ട, വാ പോയേക്കാന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോഴത്തേന് അഭി വന്ന് പറയും, കേട്ടല്ലോ നവിയെ, കുഞ്ഞിനെയും നിന്നെയൊക്കെ നീ ശ്രദ്ധിച്ചോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നവിയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും. അത് കാണുമ്പോഴത്തേന് കനകയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അന്നേരം എല്ലാവരും യാത്ര പറഞ്ഞ് പോയി കഴിയുമ്പോഴത്തേന് കനക പറയുന്നുണ്ട്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ജലജയുടെ സംസാരത്തിൽ എന്തൊക്കെയോ ഒളിക്കുന്ന പോലെ തോന്നുന്നു. ശരി, എനിക്കും തോന്നിയെന്ന് ഉടനെ നവിയുടെ അച്ഛനും പറയുന്നുണ്ട്. എന്നിട്ട് നവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, അഭി വല്ലതും നിന്നോട് പറഞ്ഞായിരുന്നു നിൽക്കി? ഒന്നും പറഞ്ഞില്ല, എന്തൊക്കെ ഉളച്ചെന്ന് പറഞ്ഞാലും നമ്മളതൊക്കെ ഒരിക്കലും അറിയുക തന്നെ ചെയ്യും അമ്മയെന്ന് നവിയേയും പറയും. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി, അഭിമോൻ ഇപ്പോൾ മോളോട് ഒരുപാട് സ്നേഹമുണ്ട് കുഞ്ഞിനോടെന്ന് പറയും. അത് ശരിയാണെന്ന് പറഞ്ഞ് നവിയും സന്തോഷത്തിൽ അങ്ങ് ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെ മുത്തശ്ശിയാണ്. മുത്തശ്ശിക്ക് അനഘയെ കണ്ടിട്ട് വന്നതിൻ്റെ ഷോക്ക് മാറിയിട്ടില്ല. എനിക്ക് ആ കുട്ടിയുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞാണെങ്കിൽ അനഘയെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ കണ്ടിട്ട് എന്തൊരു സങ്കടം തോന്നി. നമ്മൾ ജലജയെ വളർത്തിയ പോലെ തന്നെ ആദർശം നയനെ ഈ കുഞ്ഞിനെ അങ്ങ് വളർത്തിക്കോളൂ അല്ലേ എന്നൊക്കെ മുത്തശ്ശനോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയും, അത് ശരിയാ, ആ നയനെ ഒരിക്കലും ആ കുഞ്ഞിനെ ഇനിയും വിട്ടുകളയില്ല, അവൾ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്നൊക്കെ പറയും. അത് ആരുടെ കുഞ്ഞായാലും ഇനിയിപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ വളർന്നോളും എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് അഭിയാണ്. അഭി ആ ഗുണ്ടകളുടെ കൂടെ ഇരുന്ന് ഈ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും അനഘയുടെ വീട്ടിലെ എല്ലാ ചലനങ്ങളും നോക്കിയിരുന്നോണം എന്നൊക്കെ പറയും. അവൾക്ക് എന്തെങ്കിലും ഒരു അനക്കം വന്നിരുന്നെങ്കിൽ അന്നേരം അവളെ അങ്ങ് തീർത്തേക്കാൻ പറയും. എൻ്റെ സാറിൻ്റെ മുത്തശ്ശൻ അവിടെ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അവളെ നോക്കാൻ വേണ്ടി, അതുകൊണ്ട് അങ്ങനെയൊന്നും കയറാൻ പറ്റത്തില്ലെന്ന് പറയും. അതൊന്നും സാരമില്ല, അവൾ ഒരു തടസ്സമാണെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ആദ്യം കോമാ സ്റ്റേജിലേക്ക് ആക്കിയിട്ട് ഇവളുടെ കാര്യം തീർത്തേക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് അങ്ങനെ പറ്റത്തില്ല സാറേ, അവിടെ മുത്തശ്ശൻ ശരിക്കും CCTV ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയും. അവൾക്ക് ജീവന് ഭീഷണിയുണ്ടെന്നുള്ള കാര്യം ആ കിളവന് മനസ്സിലായി കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവിടെ കയ്യോ കാലോ വല്ലോ അനങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ ഈ ഭൂമിയിൽ വെച്ചേക്കരുതെന്ന് പറയും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സാറേ, അത് സാറിൻ്റെ ഒരു മോളല്ലേ എന്ന് പറയുന്നുണ്ട് ആ ഗുണ്ട. അന്നേരത്തേനെ പറയും, പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, അതിനെപ്പോലും ഞാൻ എൻ്റെ സ്വന്തമെന്ന് കരുതിയിട്ടില്ല, പിന്നല്ലേ ഒരബദ്ധത്തിലുണ്ടായ ഈ കൊച്ച്, ഇതിനെ ഇപ്പോൾ എൻ്റെ ഏട്ടത്തി സ്വന്തം മോളായിട്ട് കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും ഈ കൊച്ചിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അവിടെ എങ്ങനെയൊക്കെ വളർന്നോളും. പിന്നെ ഇവളെ മാത്രം ഇനിയിപ്പം ജീവനോടെ വെച്ചേക്കരുത്. അവൾ എല്ലാ കാര്യവും മുത്തശ്ശനോട് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മളത് ബ്ലോക്ക് ചെയ്തത്. ഇനിയാണേലും ഒരു അബദ്ധം പറ്റരുത് എന്നൊക്കെ അഭി ആ ഗുണ്ടകളോട് പറയുന്നുണ്ട്. നയന പോയതിൻ്റെ വിഷമത്തിൽ ചന്തുമോള് മുത്തശ്ശനോടും മുത്തശ്ശിയോടും നയനാമ്മ വന്നില്ലല്ലോ എന്നുള്ള പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നയനാമ്മ ഇപ്പം വരും, മോൾ അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടാന്ന് പറയും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി മോള് നയനാമ്മയെക്കുറിച്ച് ഓർക്കാതിരിക്കുമ്പം പെട്ടെന്ന് നയനാമ്മ ഇങ്ങ് വന്നോളൂ എന്ന്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന കയറി വരും. നയനാമ്മ വന്നെന്ന് പറഞ്ഞ് കുഞ്ഞ് ചാടി നയനയുടെ തോളെ കയറുന്നുണ്ട്. നയന കുഞ്ഞിനെ ഇങ്ങനെ ഉമ്മവെക്കുകയും തലവലിക്കുകയൊക്കെ ചെയ്യും. അന്നേരം എങ്ങനെ ഉണ്ടായിരുന്നു ഫംഗ്ഷൻ എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കും. എല്ലാം നന്നായി നടന്നു, പിന്നെ ഇവിടുന്ന് പോയവരുടെ വായ അറിയാമല്ലോ, അവരൊക്കെ ഇടയ്ക്കൊക്കെ കുത്തും കോളും വെച്ച് ഓരോന്നൊക്കെ പറയാൻ നോക്കി എന്നൊക്കെ പറയും. അത് നമുക്കറിയാവുന്നതല്ലേ, ഇവിടുന്ന് പോയവരൊന്നും മനസ്സത്ര നല്ലതല്ല എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ കുഞ്ഞിനെ ഇങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല മുത്തശ്ശ, താമസിയാതെ അച്ഛനും അമ്മയും ഇതറിയുക തന്നെ ചെയ്യണം. ഞങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറഞ്ഞാൽ പോലും ഈ മോളെ ഞാൻ വിട്ട് കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെ ഇവൾ വളരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടങ്ങ് പോകുമ്പോഴത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളെപ്പോലെ തന്നെയാണ് നയനല്ലേ, അവൾ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് മുത്തശ്ശൻ പറയും, അതുകൊണ്ടാണ് ഞാൻ അവളുടെ കയ്യിൽ തന്നെ ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് ആദർശ് ദേവയാനിയുടെ മുറിയിലേക്ക് വരുമ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, മോനെ ഞാൻ നിന്നെ കണ്ടൊരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി ഹേമലത ഡോക്ടറുണ്ട്, അവളെ ചെന്ന് നിങ്ങൾ കാണണം, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. ഞങ്ങൾ പോകാം അമ്മേ എന്ന് പറയും. എന്നാലും നിങ്ങളുടെ ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു സ്വന്തമായ കുഞ്ഞില്ലാത്തതുകൊണ്ടാണ് ശരിക്കും നയന ചന്തുമോളുമായിട്ട് ഇത്ര അടുപ്പം ഉണ്ടാകുന്നതെന്നൊക്കെ പറയും. സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നയനയ്ക്ക് ആ അടുപ്പം അങ്ങ് കുറഞ്ഞോളൂ എന്നും പറയും. അന്നേരത്തേനുടനെ ആദർശ് പറയും, അമ്മയ്ക്ക് അവളെ മനസ്സിലായിട്ടില്ല എന്നിട്ടാ, ശരിക്കും ഞങ്ങൾക്ക് എത്ര കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞാലും ചന്തുമോളെ ഇനി നയനെ വിട്ട് കളയത്തില്ല എന്ന് പറയും. പിന്നീട് നയനയും ആദർശയുടെ ഡോക്ടറെ പോയി കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, ഈ ടെസ്റ്റിൻ്റെ എല്ലാം റിസൾട്ട് നോക്കിയിട്ട് നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആദർശിന് ചെറിയൊരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് കുറച്ച് നാൾ മരുന്ന് കഴിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചോണം എന്നൊക്കെ പറയും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇച്ചിരി താമസിക്കേണ്ടി വരും എന്ന് പറയും. പിന്നെ ദേവയാനി ഞങ്ങളോട് എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് താലോലിക്കാനായിട്ടൊരു കുഞ്ഞ് അവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറയും. അപ്പം നയന ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് ചന്ദമോളുടെ കാര്യമൊക്കെ. എന്നാ പറയും, ഇനിയും വരുമ്പോഴത്തേന് ആ കുട്ടിയും കൂടെ കൊണ്ടുപോകണം കേട്ടോ, മൂർത്തി സാറും എന്നെ വിളിച്ചിരുന്നു നിങ്ങളിങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ, അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, താമസിയാതെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും, ഈ ട്രീറ്റ്മെൻറ്റ് ഫലിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ വരെ യാത്രയാക്കുന്നത്. വരുന്ന വഴിക്ക് നയന ആദർശിനോട് പറയുന്നുണ്ട്, നമുക്ക് എത്ര കുട്ടികളുണ്ടായാലും ചന്തുമോൾ ഇനി നമ്മളുടെ മൂത്ത മോളായിട്ട് തന്നെ ഇരിക്കും, അതുകൊണ്ട് ആദർശേട്ടൻ ഇനി കുറച്ചുകൂടെയൊക്കെ ആ മോളെ സ്നേഹിക്കണം കേട്ടോ എന്നൊക്കെ പറയും. എനിക്കതൊന്നും അങ്ങനെ പറ്റത്തില്ല എന്ന് പറയും. റിസൾട്ട് വരട്ടെ അന്നേരത്തെ ഇനി നോക്കാമെന്ന് പറയും. അതൊന്നും കാര്യമില്ല, അതൊരു കുഞ്ഞല്ലേ, അപ്പം നമുക്ക് അതിനെ സ്നേഹിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ആദർശേട്ടൻ അതിനോട് സ്നേഹമായിട്ടൊക്കെ പെരുമാറണം. പിന്നെ നമുക്കിപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി കുഞ്ഞിനുള്ള ആവശ്യത്തിനുള്ള സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറയും. അതിനെന്താ പോകാമെന്ന് ആദർശം പറയുന്നുണ്ട്. ദേവയാനി ഇങ്ങനെ ഹാളിലിരിക്കുന്ന സമയത്ത് ചന്തുമോൾ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയെ നോക്കി ചിരിച്ച് കാണിക്കും. ദേവയാനിക്ക് ചിരിയൊക്കെ വരും. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെ എത്ര വെറുക്കാമെന്ന് വിചാരിച്ചാലും അങ്ങനെ വെറുക്കാൻ പറ്റുന്നില്ലല്ലോ, അത്രയ്ക്ക് ഓമനത്തമുള്ള കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർക്കും. എന്നിട്ട് ഗൗരവത്തോടെ ചോദിക്കും, നീ എന്തിനാ എൻ്റെ അടുത്ത് വന്നെന്ന്, നീ എൻ്റെ അടുത്ത് വരരുതെന്ന് നീ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. ഉടനെ ചന്തുമോൾ പറയും, ഞാൻ വാരി വന്ന്. ഉടനെ ദേവയാനിക്ക് അങ്ങ് ചിരി വരും മനസ്സിൽ. പക്ഷേ ചിരി കാണിക്കാതെ പറയുന്നുണ്ട്, നിന്നെ സ്നേഹിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെയൊക്കെ അടുത്ത് നീ അങ്ങ് പോയാൽ മതി, അല്ലാതെ എൻ്റെ അടുത്ത് വരുമെന്ന് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയനും അജയനും അങ്ങോട്ട് വരുന്നത്. ആഹാ, മുത്തശ്ശിയും കൊച്ചുമോളും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ എന്ന് ജയൻ ഉടനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ കുട്ടിയോട് അത്ര താല്പര്യമൊന്നുമില്ല, നേരത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട്. ഉടനെ അജയൻ ഒരു മുട്ടായി എടുത്ത് കുഞ്ഞിൻ്റെ കൈ കൊടുത്തിട്ട് പറയും, മോളെ ഇത് മോക്കുള്ളതാ കേട്ടോ എന്ന് പറയും. ഉടനെ ദേവയാനി ചോദിക്കും, എന്നോട് പകരം വീട്ടാനാണോ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇവളെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇതൊരു കുഞ്ഞല്ലേ, ഇതിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം മാത്രമേ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് അതിന് വേറെ അർത്ഥമൊന്നും നീ നോക്കണ്ട എന്ന് പറയും. ഏട്ടത്തി ഈ വീട്ടിലുള്ളവരെ പോലെ തന്നെ ആകരുത്. അനാമികയും ജലജയും ജാനകിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ദുഷ്ട മനസ്സോടുകൂടിയാണ് ഓരോ കാര്യങ്ങളെയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആ ഒരു ലെവലിൽ തന്നെ ഏട്ടത്തിയും വരരുതെന്ന് അജയൻ പറയുന്നുണ്ട്. അപ്പം ജയനും പറയും, ഈ കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ട് ആർക്കും ഒരു ആപത്തും ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് നീയും ഇതിനെയൊക്കെ സ്നേഹിക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് ദേവനെ ഉപദേശിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.